ഹായ് ഗായ്സ്, എല്ലാവർക്കും എൻ്റെ മറ്റൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഈ വ്ളോഗ് ഇത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് കിട്ടിയിരിക്കുന്ന നിലവിലുള്ള അവസരങ്ങളെ പറ്റി ഒന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനൊരു ഡിജിറ്റൽ മീഡിയ മാർക്കറ്റിംഗ് പ്രൊഫഷണലാണെന്ന് അറിഞ്ഞതും, അതേപോലെ തന്നെ എനിക്ക് ബാഡ്മിൻ്റൺ കളിക്കാൻ അവസരങ്ങൾ ലഭിച്ചതും, അതേപോലെ അതിലെല്ലാം പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഞാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ മാത്രമാണ് ഞാൻ എൻ്റെ ലക്ഷ്യത്തിലോട്ട് എടുത്തു വയ്ക്കാനായിട്ട് ചില കാര്യങ്ങൾ ചൂസ് ചെയ്തപ്പോൾ മാത്രമാണ് എനിക്ക് മറ്റ് ചില കാര്യങ്ങൾ എന്നിലേക്ക് അടുത്ത് വന്നത്. അതിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു ബിസിനസ്സാണ് ഗൂഗിൾ മൈ ബിസിനസ്. ഓരോ സ്ഥാപനങ്ങളെ നമ്മളൊന്ന് ചെന്ന് കണ്ടു കഴിയുമ്പോൾ അവിടെ നമുക്ക് അസസ് ചെയ്യാൻ പറ്റും ആ സ്ഥാപനത്തിൻ്റെ വളർച്ച എങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ നമുക്കവിടെ ഒരു എൻട്രി കിട്ടും. നമുക്കവിടെ അവരുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ അവർ വീക്ക് പോയിന്റ് കാര്യങ്ങളൊക്കെ സംസാരിക്കാനായിട്ട് ഗൂഗിൾ മൈ ബിസിനസ് എന്താണെന്ന് അറിഞ്ഞാൽ നമുക്ക് സംസാരിക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഗൂഗിൾ മൈ ബിസിനസ് ചെയ്തു കൊടുക്കുന്നതിലൂടെ അവരുടെ ബിസിനസ് റവന്യൂ ആണ് കൂടുന്നത്. അപ്പോൾ ഒരാളുടെ ബിസിനസ് റവന്യൂ കൂടാനായിട്ട് സഹായിക്കുന്നവരെ നോർമലി പറയുന്നത് ചീഫ് സ്ട്രാറ്റജിസ്റ്റ് എന്നാണ് കാറ്റഗറി പറയുന്നത്. ചെറിയ സംരംഭങ്ങളിലാണ് നമ്മൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. കാരണം എല്ലാവരും ആഗ്രഹിക്കുന്നത് തുടങ്ങി വെക്കുന്നത് ചെറിയ സംരംഭത്തിൽ നിന്ന് വലിയ സംരംഭത്തിലേക്കാനാകാനായിട്ട് അധിക സമയം വേണ്ടാത്തവരാണ് ഇനീഷ്യൽ സ്റ്റാർട്ടപ്പ് ചെയ്യുന്നവർ. പക്ഷേ ഓൾറെഡി എസ്റ്റാബ്ലിഷ് ആയിട്ടിരിക്കുന്ന ഒരു ഫേമുകളിൽ ചെന്നിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിന് ഒരുപാട് സമയവും കാര്യങ്ങളൊക്കെ എടുക്കും. അപ്പോൾ നമ്മൾ ഒരാളുടെ തോളത്ത് കൈവച്ചാൽ, അല്ലെങ്കിൽ നമ്മുടെ തോളത്ത് ഒരാൾ കൈവച്ചാൽ അയാൾ എന്താ പറയുക, ഒരു സ്റ്റാർട്ടിങ് ഒന്നിൽ തുടങ്ങുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അവരെ 100ലേക്ക് എത്തിക്കാനായിട്ട് നമുക്ക് എളുപ്പത്തിൽ സാധിക്കും. എന്നാൽ 100ൽ നിൽക്കുന്ന ഒരാളെ 101ലേക്ക് എത്തിക്കാനായിട്ട് വളരെ പാടാണ്. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ളവരെ കണ്ടെത്തി അവരുമായിട്ട് ബന്ധം സ്ഥാപിച്ച് ആ ബന്ധം എന്നെന്നും നിലനിൽക്കുന്ന ഒരു ബന്ധമായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബിസിനസ്സിനെ അവരെ ഡെവലപ്പ് ചെയ്യാനായിട്ട് സഹായിക്കണം. അപ്പോൾ അങ്ങനെ സഹായിക്കാനായിട്ട് നമുക്കൊരു മെൻറ്റാലിറ്റി ഉണ്ടാക്കി എടുത്താൽ മാത്രം പോരാ, നമുക്കതിന് സ്കില്ലും കൂടെ വേണ്ടേ. ആ സ്കില്ല് ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ IBS അക്കാഡമി പോലെയുള്ള സ്ഥാപനങ്ങളിൽ ചെന്നതിന് ശേഷം നമ്മൾ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, ന്യൂറോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആൻഡ് ബ്രാൻഡ് മാനേജ്മെൻറ്റ് എന്നുള്ള കോഴ്സ്, അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ളൊരു കോഴ്സ് സർട്ടിഫൈഡ് ആയിട്ട് നമ്മൾ ചെയ്യണം. ഞാനിപ്പോൾ സർട്ടിഫൈഡ് ആയിട്ട് ചെയ്യാനായിട്ട് അത് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. അതുകൂടാതെ തന്നെ ഞാൻ സ്പോർട്സ് പ്ലെയർ ആണെന്ന് പറഞ്ഞു. ഇപ്പോൾ ഒരു സ്ഥലത്ത് ചെന്ന് നമുക്ക് എൻട്രി തരണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ കുറച്ച് എക്സെപ്ഷണൽ ക്വാളിറ്റീസ് വേണം. ഞാനൊരു ബാഡ്മിൻ്റൺ നാഷണൽ ലെവലിൽ പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ടിട്ട് എന്നിലുള്ളത് ഒരു ക്വാളിറ്റിയാണ്. അത് ആ ബാഡ്മിൻ്റൺ പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് മനസ്സിന് ട്രെയിനിങ് വേണം. കാരണം എക്സ്ട്രീം സിറ്റുവേഷൻ വരുമ്പോൾ ഹാൻഡിൽ ചെയ്യാനായിട്ട് ട്രെയിനിങ് വേണ്ടതിൻ്റെ പേരിൽ ഞാൻ യോഗ അഭ്യസിക്കാനും കൂടെ പോയി. അപ്പോൾ യോഗയ്ക്ക് പോയപ്പോൾ യോഗ അത് സർട്ടിഫൈഡ് ആയിട്ട് തരാമെന്നും പറഞ്ഞു. അപ്പോൾ എന്നിൽ എന്താ പറയുക, ഒരു സ്പോർട്സ്മാൻ കയറി, അതേപോലെ തന്നെ ഒരു സ്പിരിച്വൽ റിലേറ്റഡ് ആയിട്ട് ബോഡി എക്സസൈസിങ് റിലേറ്റഡ് ആയിട്ട് യോഗയും കിട്ടി. അപ്പോൾ ഞാൻ എവിടെയെങ്കിലും ചെല്ലുമ്പോൾ സംസാരിക്കുമ്പോൾ എനിക്ക് ആ മേഖലകളും കൂടി സംസാരിക്കാനായിട്ട് സാധിക്കും. പിന്നെ ഞാൻ ചെയ്യുന്ന പല മേഖലകളും അത് പലതും എന്താ പറയുക, വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട് അനുകൂലമായിട്ട് നിൽക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത് പറയുമ്പോൾ സെനോ ട്രാൻസ്പ്ലാന്റേഷൻ എന്നൊക്കെ പറയുമ്പോൾ ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നതും അതിനെ ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ ലോകം ഉറ്റുനോക്കുന്ന കാര്യങ്ങളെ പറ്റി നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, നമ്മൾ വാചാലനാകുമ്പോൾ നമ്മളിൽ എന്തെല്ലാം ക്വാളിറ്റീസ് ഉണ്ടെന്ന് മറ്റുള്ളവർ മനസ്സിലാക്കും. എല്ലാവർക്കും വേണ്ടത് ക്വാളിറ്റിയും എഫിഷ്യൻസിയും അതേപോലെ സ്കില്ലും ഉള്ള ആൾക്കാരാണ്. സ്കില്ലില്ലേ നമ്മൾ തഴയപ്പെടും. സംസാരിക്കാനായിട്ട് നമ്മുടെ കയ്യിൽ ഒന്നുമില്ലേ നമ്മൾ അവിടെ നിസ്സംഗരായിട്ട് നിൽക്കേണ്ടി വരും. അപ്പോൾ ഇതെല്ലാം ഒഴിവാക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? പ്രാക്ടീസ്. കൺസിസ്റ്റൻ്റ് ആയിട്ട് പെർസിസ്റ്റൻ്റ് ആയിട്ട് പ്രെയർ ആയാലും പ്രാക്ടീസ് ആയാലും ഗംഭീരമായിട്ട് ഭംഗിയായിട്ട് ചെയ്യുക. എന്നും എൻ്റെ റൂട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴാണ് എഴുന്നേൽക്കുന്നത്, ഞാൻ 5 മണിക്കാണ് ഇപ്പോൾ അലാറം വെച്ചേക്കണത്. 5 മണിക്ക് എഴുന്നേറ്റ് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കൊരു പ്രഭാത പ്രാർത്ഥനയുണ്ട്, തഹജ്ജുദ് എന്നാണ്. അത് നിസ്കരിക്കാൻ അവസരം കിട്ടും. അതുകൂടാതെ ഞങ്ങളുടെ സുബ്ഹി ഉണ്ട്, അത് നിസ്കരിക്കാൻ അവസരം കിട്ടും. അതും കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഏൽപ്പിച്ചിരിക്കുന്ന ഞാൻ ചെയ്യുന്ന എൻ്റെ ഈ വീഡിയോ ഞാൻ ഡെയിലി അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഇത് എന്നോട് തന്നെ ഞാൻ പറയുന്ന വാക്കുകളാണ്. സെൽഫ് അഫർമേഷൻ എന്നോ അല്ലെങ്കിൽ സെൽഫ് ഹിപ്നോസിസ് എന്നോ എല്ലാം ഇതിനെ എടുക്കാം. അപ്പോൾ ഇങ്ങനെ ഞാൻ സ്ഥിരം ചെയ്യുന്നതിലൂടെ എനിക്ക് സ്വഭാവത്തിൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്, അതേപോലെ എൻ്റെ പ്രസൻറ്റേഷനിൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. അതുകൂടാതെ മറ്റു കാര്യങ്ങൾ, എന്നെ കാണാൻ ആഗ്രഹിക്കുന്ന കുറച്ച് പേരുണ്ട്, അവർക്ക് കുറച്ച് എനർജി കാര്യങ്ങൾ കിട്ടും. കാരണം എനർജി, ഒരേ വൈബിലുള്ള തോട്ട് പ്രോസസ്സ് ചേരുന്ന 2 പേര് തമ്മിൽ സംസാരിക്കുമ്പോൾ ഇടപഴകുമ്പോൾ കിട്ടുന്നത് സിനർജി എന്ന് പറഞ്ഞ കാര്യമാണ്. ആ കാര്യം കിട്ടാൻ പാകത്തിന് സംസാരിക്കാനായിട്ട് ഇന്ന് കേപ്പബിൾ ആയിക്കൊണ്ടിരിക്കണേണ് ഞാൻ. നേരിട്ടാണ് ഞാൻ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് എനർജി കിട്ടും. കാരണം ഇന്ന് ഇത്രയധികം കാര്യങ്ങളിൽ നിന്നിട്ട് പോലും ഒരമ്മയ്ക്കും ഒരു കുഞ്ഞിനും വേണ്ടതല്ല, 2 അമ്മയ്ക്കും 2 കുഞ്ഞിനും ഇൻക്യുബേറ്ററിന് വേണ്ട ഒരു ഫണ്ട് യുനിസെഫിലോട്ട് കൊടുക്കാനായിട്ട് ഇന്ന് എനിക്ക് സാധിക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ. ഇനി ഭാവിയിൽ അങ്ങോട്ട് അതിൻ്റെ എണ്ണം കൂട്ടാനാണ് എനിക്ക് താല്പര്യം. അപ്പോൾ ഇൻഡയറക്ട്ലി ഞാൻ യുനിസെഫിന് വേണ്ടിയും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കൂടാതെ എന്താ പറയുക, പല പല കാര്യങ്ങൾ എന്നിലേക്ക് ഓരോ ദിവസവും വന്നു ചേരും. ഇന്നലെ തന്നെ വന്നു ചേർന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്.
അപ്പോൾ ഓരോരുത്തരോട് വിളിക്കുമ്പോൾ എനിക്ക് ഹാപ്പിനെസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാൻ മാത്രമാണ് സമയമുള്ളൂ. അപ്പോൾ എല്ലാവരോടും ഞാൻ ചുരുക്കി പറഞ്ഞോട്ടെ, നമ്മൾ സ്കിൽഡ് ആവാൻ ശ്രമിച്ചെങ്കിൽ മാത്രമാണ് നമുക്ക് നിലനിൽപ്പുള്ളൂ. പ്രത്യേകിച്ച് ഇന്നത്തെ ഈ സോഷ്യൽ മീഡിയ യുഗത്തിൽ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് അറിഞ്ഞാൽ, അത് പഠിച്ചാൽ, അത് പ്രായോഗികമാക്കിയാൽ നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. അതിലൊന്നാണ് ഇൻഷുറൻസ് ഞാൻ ചെയ്യുന്ന ഫീൽഡാണ്, എനിക്ക് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. അത് കൂടാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഗൂഗിൾ മൈ ബിസിനസ്. പലരോടായിട്ട് സമീപിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 100 രൂപ, 150 രൂപ, 200 ഫേമിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് അഡ്വർടൈസ്മെൻറ്റ് ചെയ്യാനുള്ള ഫേമുകളുമായിട്ടൊക്കെ അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാം, ബാങ്കുകളായിട്ട് അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാം. ബാങ്കിൽ ചെന്ന് സംസാരിച്ചാൽ മതി, അല്ലെങ്കിൽ പല ഇൻഷുറൻസ് ഏജൻറ്റുമായിട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കാര്യങ്ങൾ നടക്കുന്നതാണ്. അപ്പോൾ ഇത്രയധികം കാര്യങ്ങൾ ഷെയർ ചെയ്തുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നതാണ്. എല്ലാവർക്കും എൻ്റെ സുദിനം ഞാൻ നേരുന്നു. ഓക്കെ ഗായ്സ്, താങ്ക് യു. കേട്ടതിൽ വളരെയധികം സന്തോഷം. അപ്പോൾ ഓക്കെ, ഹാവ് എ നൈസ് ഡേ.